നമസ്കാരം, ഞാൻ ഹർഷ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ്സ്റ്റൈൽ ബീറ്റ്സ് വിത്ത് ഹർഷ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വെറും ഒരു സ്ട്രെയിറ്റ്നർ വെച്ചിട്ട്, സ്ട്രെയിറ്റ്നർ എന്ന് പറയുമ്പം ഒരു ഫ്ലാറ്റ് അയൺ നമുക്ക് നമ്മുടെ മുടി ഡിഫറെൻറ്റ് രീതിയിൽ എങ്ങനെ കേൾ എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഈ ഒരു കേളിങ് മെത്തേഡിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ രണ്ട് സാധനങ്ങൾ മാത്രം മതി. ഒന്ന്, ഒരു ഫ്ലാറ്റ് അയൺ നമുക്ക് വേണം. രണ്ടാമത് നമുക്ക് വേണ്ടത് ഒരു പെൻസിലാണ്. പെൻസിൽ ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഈ ബൺ സ്റ്റിക്സ് ഉണ്ടാവും, അത് വുഡൻ്റെ. നിങ്ങൾ വുഡൻ്റെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഉരുകി പോവുള്ളൂ. പ്ലാസ്റ്റിക്, സ്റ്റീല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കണം. വുഡൻ എടുക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാന്നല്ല, വുഡൻ എടുക്കണം, അതാണ് നിർബന്ധം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ കേൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മുടി നന്നായിട്ടൊന്ന് ചീവി അതിൽ ടാങ്കിൾസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ആദ്യമേ ഒന്ന് മുടി നന്നായിട്ടൊന്ന് ചീകി ടാങ്കിൾ ഫ്രീ ആക്കാണ്. ആദ്യത്തെ ഒരു കേളിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടത് ഒരു വുഡൻ്റെ എന്തെങ്കിലും ഒരു സാധനമാണ്. അത് ഇതേപോലെ ആയിരിക്കണം, അതായത് പെൻസിൽ ഷേപ്പിൽ ആയിരിക്കണം. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മുടിയുടെ കുറച്ച് സെക്ഷൻ എടുക്കുക. ഞാൻ കാണിച്ചു തരാം. നമ്മൾ മുടിയുടെ കുറച്ച് സെക്ഷൻ എടുക്കുക, അതായത് ഇത്രയും സെക്ഷൻ എടുക്കുക. അതൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. മുടി നമുക്ക് ബാക്കിലോട്ട് ഇങ്ങനെ ആക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു പെൻസിൽ എടുത്തിട്ട് നമുക്ക് എവിടെ നിന്നാണ് കേൾസ് വേണ്ടത് എന്ന് വെച്ചാൽ പെൻസിൽ അവിടെ വെക്കണം. അതായത് ഇപ്പം ഞാൻ ഇവിടെ നിന്നാണ് എനിക്ക് കേൾസ് വേണ്ടെങ്കിൽ ഞാൻ പെൻസിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് ബാക്കിയുള്ള മുടി ജസ്റ്റ് ഇതിൽ റാപ്പ് ചെയ്യും. നിങ്ങൾക്ക് ടൈറ്റ് കേൾസ് ആണ് വേണ്ടെങ്കിൽ ടൈറ്റ് പെൻസിലിൽ ചുറ്റി വെക്കണം. അതല്ല, നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണമെങ്കിൽ ലൂസായിട്ട് ചുറ്റി വെക്കാം. ഇതിപ്പോൾ ഞാൻ പെൻസിലിൽ ഫുള്ളും ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫ്ലാറ്റ് അയൺ നമ്മൾ ഈ റാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ഇങ്ങനെ വെക്കണം. അതായത് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് പെയ്യെ വിടണം. ഇതാ കണ്ടില്ലേ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേൾസാണ് വന്നേക്കുന്നതെന്ന്. ഇത് കുറച്ചൊന്ന് നമുക്ക് ലൂസ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മൾ വെറും ഒരു പെൻസിൽ വെച്ചിട്ട് നമുക്ക് എത്ര ഭംഗിയായിട്ട് നല്ല അടിപൊളി കേൾസ് ചെയ്തെടുക്കാമെന്ന്. ഇനി അടുത്ത കേളിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പെൻസിൽ വേണ്ട, നമ്മുടെ ഈ വിരലുകൾ മാത്രം മതി. നമ്മൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ ആദ്യമേ ഒരു സെക്ഷൻ മുടി എടുക്കുക, ബാക്കി സെക്ഷൻ നമ്മൾ ബാക്കിലോട്ടായിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ രണ്ട് വിരലുകൾ എടുക്കുക. എന്നിട്ട് ഈ ഹെയർ നമ്മുടെ മുടിയിൽ ഇങ്ങനെ റാപ്പ് ചെയ്യണം. ഇതാ ഇതിപ്പം ഇങ്ങനെയായി. എന്നിട്ട് ഇത് പെയ്യെ ഒന്ന് ഊരിയെടുക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഈ ഹെയർ സ്ട്രെയിറ്റ്നർ ഈ മുടി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെക്കണം. ഒരു 30 സെക്കൻഡ് ഇങ്ങനെ തന്നെ വെക്കണം.
30 സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് ലൂസ് ചെയ്യാം. ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് അടിപൊളി കേൾസ് കിട്ടും. ഇതാണ് കുറച്ചും കൂടി ഒരു ലൂസ് ആയിട്ടുള്ളത്. നമ്മൾ പെൻസിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടാണ് നമുക്ക് കേൾസ് കിട്ടുക. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലൂസ് കേൾസ് പോലെ നമുക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് ഒരു സെക്ഷനും കൂടി എടുത്ത് കാണിച്ചു തരാം. കേളിങ്ങിൻ്റെ അടുത്തൊരു മെത്തേഡും കൂടി കണ്ടു നോക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സെക്ഷൻ മുടി എടുക്കുക, ബാക്കി എല്ലാം മുടി ബാക്കിലോട്ട് ഒരു ക്ലച്ചർ വെച്ചിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുക. എന്നിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. എൻഡ് വരെ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഉള്ളിൽ നിന്ന് എടുക്കണം. ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ഒരു തവണ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒന്ന് താഴത്തോട്ടാക്കുക. ഒന്നും കൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് താഴത്തോട്ടാക്കണം. അങ്ങനെ നമ്മുടെ ഹെയറിൻ്റെ എത്രയാണോ ലെങ്ത് അത്രയും ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളിത് താഴത്തോട്ടും ആക്കണം. ഒരു സെക്ഷനും കൂടെ എടുത്ത് കാണിച്ചു തരാം. നമ്മൾ എത്ര ടൈറ്റായിട്ട് വെക്കുന്നോ അത്രയും ടൈറ്റ് ആയിട്ടായിരിക്കും കേൾസ് വരിക. അല്ലെങ്കിൽ ഇത് ലൂസായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെയർ ഉള്ളവർക്ക് കേളി ഹെയർ ഉള്ളവർക്ക് സ്ട്രെയിറ്റ് ഹെയറുമാണ് ഇഷ്ടപ്പെടാറ്. എപ്പോഴും അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടേ വരുള്ളൂ. ഇപ്പം എൻ്റെ ഒരു മുടിയുടെ ടെക്സ്ചർ എന്ന് പറയുമ്പം വേവി ആയിട്ടുള്ള ഹെയറാണ്. ഞാൻ വിചാരിക്കാറുണ്ട് ഇത് ഒരു സൈഡിൽ എന്താ ആക്കാതിരുന്നത്, ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ആക്കി തരണമായിരുന്നു, അല്ലെങ്കിൽ കേളി ആക്കി തരണമായിരുന്നു. ഇപ്പൊ രണ്ടും ഇങ്ങനെ ഇടയ്ക്കായി പോയി മുടി എൻ്റെ. അപ്പൊ കണ്ടില്ലേ, വെറും ഒരു സ്ട്രെയിറ്റ്നറും പെൻസിലും വെച്ചിട്ട് നമുക്ക് എത്ര ഭംഗിയുള്ള കേൾസ് നേടിയെടുക്കാവുന്ന. അപ്പൊ എല്ലാവരും ഈ മെത്തേഡ് ഏതെങ്കിലും പാർട്ടിക്ക് പോകുമ്പോൾ ഫംഗ്ഷന് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സുമായിട്ട് ഈ ചാനൽ വീഡിയോസിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.